പ്രിയരെ നമസ്കാരം. വരാഹപുരാണത്തിൻ്റെ 7ാം വീഡിയോയിലേക്ക് മാന്യ സുഹൃത്തുക്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. വരാഹപുരാണത്തിൻ്റെ 11 ഭാഗങ്ങളിലെ 10ാം ഭാഗത്തിലെ നരകത്തിൻ്റെ വിവരണങ്ങളിൽ 4 വിഭാഗങ്ങളുണ്ട്. അതിലെ ആദ്യ വിഭാഗത്തിൽ നചികേതൻ്റെ അനുഭവങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ ജനമേജയൻ വൈശമ്പായന മഹർഷിയോട് യമരാജപുരിയെക്കുറിച്ചും അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചും അന്വേഷിച്ചു. ഒരു മനുഷ്യൻ അവിടെ പോകേണ്ടി വരാതിരിക്കാൻ എന്തു ചെയ്യണമെന്നും അദ്ദേഹം ചോദിച്ചു. സ്വന്തം മർത്യ ശരീരവുമായി യമരാജപുരി സന്ദർശിച്ച ചുരുക്കം ചില അനുഗ്രഹീത വ്യക്തികളിൽ ഒരാളായ നചികേതൻ്റെ കഥ വൈശമ്പായന മഹർഷി വിവരിച്ചു. വളരെ കാലം മുൻപ് ഉദ്ദാലകൻ എന്നൊരു മുനിയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുത്രനാണ് നചികേതൻ. ഒരു ദിവസം ഉദ്ദാലകൻ ഒരു യാഗം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നചികേതൻ അവിടെ എത്തുന്നു. നിങ്ങൾ എന്നെ ആർക്ക് കൊടുക്കും എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ട് അവൻ പിതാവിനെ ശല്യപ്പെടുത്തി. കോപാകുലനായ ഉദ്ദാലകമുനി അവനെ നരകത്തിലേക്ക് പോകാൻ ശപിച്ചു. എന്നാൽ അദ്ദേഹം സമചിത്തത കൈവരിച്ചപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകനെ ശപിച്ചതിൽ ഖേദിക്കുന്നു. അപ്പോഴേക്കും അനുസരണയുള്ള ആ പുത്രൻ നരകത്തിലേക്ക് പോകുവാൻ തയ്യാറായി കഴിഞ്ഞിരുന്നു. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കാൻ പിതാവ് അവനെ തൻ്റെ തെറ്റ് ബോധ്യപ്പെടുത്തുവാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. യമപുരി സന്ദർശിച്ച ശേഷം സുരക്ഷിതമായി മടങ്ങി വരുമെന്ന് നചികേതൻ പിതാവിന് ഉറപ്പു നൽകി. അങ്ങനെ നചികേതൻ യമപുരിയിലേക്ക് പോയി മരണത്തിൻ്റെ അധിപനായ യമരാജനെ കണ്ടുമുട്ടി. കുറച്ചു ദിവസം താമസിച്ച് അവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു. ഒടുവിലവൻ യമരാജന്റെ അനുവാദം തേടി വീട്ടിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ തൻ്റെ മകൻ ജീവനോടെയുണ്ടെന്ന് കണ്ട് പിതാവ് അത്യധികം സന്തോഷിച്ചു. താമസിയാതെ ആ സ്ഥലം ധാരാളം ആളുകളാൽ നിറഞ്ഞു. നരകവാസത്തിനിടയിലെ അനുഭവങ്ങളെക്കുറിച്ച് അറിയാൻ എല്ലാവരും ആകാംക്ഷാഭരിതരായിരുന്നു. നചികേതൻ അവരെല്ലാം കേൾക്കാൻ വേണ്ടി പറഞ്ഞു. നുണയന്മാർ, അത്യാഗ്രഹികൾ, അസൂയയുള്ളവർ, വഞ്ചകർ തുടങ്ങിയ പാപികൾ നരകത്തിലേക്ക് പോകുന്നു. അതുപോലെ കുട്ടികളെയോ സ്ത്രീകളെയോ ബ്രാഹ്മണരെയോ കൊല്ലുന്നവൻ, വേദങ്ങളെ വിമർശിക്കുന്നവൻ, പലിശയ്ക്ക് പണം കൊടുക്കുന്നവൻ, മാതാപിതാക്കളെയോ വിശ്വസ്തരായ ഭാര്യയെയോ ഉപേക്ഷിക്കുന്നവൻ, ഗുരുവിനെ അധിക്ഷേപിക്കുന്നവൻ, ആരാണോ മദ്യം വിൽക്കുന്നത്, ആരാണോ വേദങ്ങൾ വിൽക്കുന്ന ബ്രാഹ്മണൻ, അവരെല്ലാം നരകത്തിൽ പോയി തൻ്റെ പാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കണം. യമപുരി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും 1000 യോജന വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതുമാണ്. കെട്ടുറപ്പുള്ള ഇടമാണവിടം. ആർക്കും അതിൻ്റെ അതിർത്തി ലംഘിക്കാൻ കഴിയില്ല. അവിടെ പാപികൾ അസഹനീയമായ പീഡനം അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ ഒഴുകുന്ന 2 നദികളും ഞാൻ കണ്ടു. അതിലൊന്നായ പുഷ്പോദകയുടെ തീരത്ത് ധാരാളം വൃക്ഷങ്ങളുണ്ട്. മറ്റൊന്നായ വൈവസ്വതി യമപുരിയുടെ മധ്യഭാഗത്തു കൂടിയാണ് ഒഴുകുന്നത്. വൈവസ്വതി ഒരിക്കലും വറ്റാത്ത ദിവ്യജലം വഹിക്കുന്നു. യമപുരിക്ക് 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഒന്നിലൂടെ ഋഷിമാർ, സന്യാസിമാർ തുടങ്ങിയ സത്വൃത്തർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. രണ്ടാമത്തെ കവാടത്തിലൂടെ പാപികൾ യമപുരിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യത്തെ പ്രവേശന കവാടത്തിൻ്റെ പരിസരം ചൂടിന് പോലും അതിൻ്റെ ഗുണം നഷ്ടപ്പെടുന്ന തരത്തിലുള്ളതാണ്. രണ്ടാമത്തെ പ്രവേശന കവാടം തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് ഒരു വലിയ ഇരുമ്പ് കവാടവുമുണ്ട്. ഔഡുംബർ, അവിർച്ചിമാൻ, ഉച്ചവച്ച് എന്നിങ്ങനെ 3 വലിയ കിടങ്ങുകളും ഞാൻ കണ്ടു. അവ പാപികൾക്കുള്ളതാണ്. പടിഞ്ഞാറ് ഭാഗത്ത് നിരന്തരം പൊട്ടിത്തെറിക്കുന്ന തീജ്വാലകളിലൂടെ കടന്നു പോകുവാൻ പാപികൾ നിർബന്ധിതരാകുന്നു. സത്യസന്ധരും സദ്വൃത്തരുമായ ആളുകൾ താമസിക്കുന്ന ഒരു വലിയ സമ്മേളന സമുച്ചയം ഞാൻ കണ്ടു. മനു, വ്യാസൻ, അത്രി, ഗൗതമൻ, അങ്കിരസൻ, ഭൃഗു തുടങ്ങിയ ഋഷിമാരുടെ സാന്നിധ്യത്താൽ അവിടം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ യമരാജൻ ആരാധിക്കുന്ന ഒരു ദേവിയെ ഞാൻ കണ്ടു. ലോകത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും ഈ ദേവി നിയന്ത്രിക്കുന്നു. ഉഗ്രനായ കാലനെയും ഞാൻ കണ്ടു. അദ്ദേഹത്തിൻ്റെ കോപം അതിശക്തമാണ്. കരുത്തനായ കാലൻ്റെ മേൽ കാലത്തിന് പോലും ഒരു സ്വാധീനവുമില്ല. അതിൻ്റെ ഫലമായി അദ്ദേഹം നിത്യയൗവനം ആസ്വദിക്കുന്നു. നരകത്തിൽ വിവിധതരം അസുരന്മാരെയും രാക്ഷസന്മാരെയും ഞാൻ കണ്ടു. യമരാജൻ്റെ നിരവധി ദൂതന്മാർ പാപികളെ ശിക്ഷിക്കുന്നതും ഞാൻ കണ്ടു. ചിലർ പാപികളുടെ കൈകളിൽ വടികൊണ്ട് അടിക്കുമ്പോൾ ചിലർ പാപികളെ തീയിൽ പ്രവേശിപ്പിക്കുന്നു. എല്ലാ പാപികളും വിലപിക്കുകയും പാപപ്രവർത്തികൾക്കായി പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതും ഞാൻ കണ്ടു. നിരവധി പാപികളെ വെള്ളമില്ലാത്ത ഇരുണ്ട സ്ഥലത്ത് പാർപ്പിച്ചിരിക്കുന്നു. ഗുരുതരമായ പാപങ്ങൾ ചെയ്തവരെ തിളച്ച എണ്ണയിലിടുന്നു. നിരവധി പാപികൾക്ക് എല്ലാത്തരം കഠിനമായ ശിക്ഷകളും നൽകുന്നതും ഞാൻ കണ്ടു. ചുറ്റും ഇരുമ്പ് ആണികൾ വിരിച്ച ഒരു ഇടവും കാണാനിടയായി. സ്ത്രീകളുടെ മാന്യതയെ ലംഘിക്കുന്നവർക്ക് ശിക്ഷ നൽകുന്ന ഇടമായിരുന്നത്. തപ്തം, മഹാതപ്തം, രൗരവം തുടങ്ങിയ 10 വ്യത്യസ്ത നരകങ്ങൾ ഞാൻ കണ്ടു. ഓരോന്നും മുമ്പത്തേതിനേക്കാൾ ക്രൂരമാണ്. പാപികളെ അവരുടെ പാപങ്ങളുടെ ഗൗരവം കണക്കിലെടുത്താണ് ഇത്തരം നരകങ്ങളിലേക്കെല്ലാം വേർതിരിച്ചയക്കുന്നത്. ഈ പാപികൾക്ക് നൽകേണ്ട ശിക്ഷയെക്കുറിച്ച് യമരാജൻ തന്നെ നിർദ്ദേശിക്കുന്നു. വരാഹപുരാണത്തിൻ്റെ 10ാം ഭാഗത്തിലെ 2ാം വിഭാഗത്തിൽ കർമ്മവിഭാഗിനെക്കുറിച്ച് പ്രസ്താവിക്കുന്നു.
കർമ്മവിഭാഗ് എന്നാൽ ഒരാൾ തൻ്റെ കർമ്മത്തിനനുസരിച്ച് കൊയ്യുന്ന ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നരകത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുള്ള വിവരണം തുടരുന്നതിനിടയിൽ നചികേതൻ സന്യാസിമാരോട് പറഞ്ഞു, യമപുരിയിൽ ചിത്രഗുപ്തൻ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത എല്ലാ കർമ്മങ്ങളുടെയും രേഖ പരിശോധിച്ച് യമരാജന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. തുടർന്ന് യമരാജൻ ബന്ധപ്പെട്ട ആത്മാവിന് നൽകേണ്ട ശിക്ഷ തീരുമാനിക്കുന്നു. ആത്മാവ് പുണ്യമുള്ളതാണെങ്കിൽ അതിനെ സ്വർഗത്തിലേക്ക് അയക്കും, അല്ലെങ്കിൽ ഒരു വൃക്ഷമായോ മൃഗമായോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സൃഷ്ടിയായോ ജനിക്കാൻ ഇടയാക്കപ്പെടും. എന്നതുപോലെ ശിക്ഷയിൽ വ്യത്യാസവും ഉണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള പുണ്യകർമ്മങ്ങളോട് വിമുഖത കാണിച്ചവരെയോ അവരുടെ വിശ്വസ്തരായ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരെയോ പോലുള്ള പാപികളെ രൗരവ് എന്ന നരകത്തിലേക്ക് അയക്കുന്നു. സദ്വൃത്തരുടെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് അയക്കുന്നു. സ്ത്രീകളോട് അങ്ങേയറ്റം ആസക്തിയുള്ളവർ മനുഷ്യനായി പുനർജന്മം സ്വീകരിക്കുന്നു. ഒരു യുദ്ധം ചെയ്യുമ്പോൾ രക്തസാക്ഷിത്വം വരിച്ച ആളുകളെ ഇന്ദ്രപുരിയിലേക്ക് അയക്കുന്നു. ജീവിതകാലം മുഴുവൻ പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നു. വരാഹപുരാണത്തിൻ്റെ 10ാം ഭാഗത്തിലെ 3ാം വിഭാഗത്തിൽ പവിത്രതയുടെ ഗുണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉദാഹരണമായി, ഒരു ചെറിയ സ്ഥലം പശുവിൻ്റെ ചാണകം കൊണ്ട് പൂശി ശുദ്ധീകരിക്കുന്നു. തുടർന്ന് ഒരു കറുത്ത മാൻ തോൽ വിരിച്ച് അതിൽ കറുകപ്പുല്ല് വിതറി വലുതും ചെറുതുമായ 2 കലങ്ങൾ അടുത്തടുത്ത് വെക്കുന്നു. ഈ കലങ്ങൾ കരിമ്പിൻ നീരുകൊണ്ട് നിറച്ച് രസധേനുവിനെയും കാളക്കുട്ടിയെയും പ്രതീകപ്പെടുത്തുന്നു. രസധേനുവിൻ്റെ 4 കാലുകളെ പ്രതീകപ്പെടുത്തുന്ന 4 കരിമ്പുകൾ 4 കോണുകളിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതിനുശേഷം ഓരോ കരിമ്പിൻ്റെയും ചുവട്ടിൽ കുളമ്പുകളെ പ്രതീകപ്പെടുത്തുന്ന ഒരു ചെറിയ വെള്ളിക്കഷ്ണം സ്ഥാപിക്കുന്നു. പിന്നീട് വർണ്ണാഭമായ തുണികളും പൂക്കളും കൊണ്ട് രസധേനുവിനെ അലങ്കരിക്കുന്നു. വീണ്ടും രസധേനുവിൻ്റെ അടുത്തുള്ള 4 കോണുകളിലും എള്ളു നിറച്ച ചെറിയ 4 കലങ്ങൾ സൂക്ഷിക്കുന്നു. ആരാധന പൂർത്തിയാക്കിയ ശേഷം രസധേനുവിനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യണം. രസധേനുവിനെ ദാനം ചെയ്യുന്നയാൾ തൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവുകയും അവൻ്റെ എല്ലാ പൂർവികരും വരും തലമുറകളും സ്വർഗത്തിൽ എത്തുകയും ചെയ്യുന്നു. വരാഹപുരാണത്തിൻ്റെ 10ാം ഭാഗത്തിലെ 4ാം വിഭാഗത്തിൽ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. മനുഷ്യർക്ക് സന്തോഷം ഇത്രയധികം അപ്രാപ്യമാകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നാരദൻ യമരാജനോട് ചോദിച്ചു. മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ കാരണത്തെക്കുറിച്ചും അദ്ദേഹം അറിയാൻ ആഗ്രഹിച്ചു. യമരാജൻ മറുപടി പറഞ്ഞു, മനുഷ്യൻ്റെ വിധി നിർണയിക്കുന്നത് അവൻ്റെ സ്വന്തം പ്രവൃത്തികളാണ്. അവൻ്റെ ഓരോ പ്രവൃത്തികളുടെ ഫലം അനുഭവിക്കണം. അതിനാൽ ഒരു മനുഷ്യൻ ദുഃഖങ്ങൾക്കിടയിൽ സ്വയം തിരയുമ്പോൾ അവൻ തൻ്റെ മുൻകാല പ്രവൃത്തികളുടെ ഫലം കൊയ്യുകയാണെന്ന് അവൻ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ അയാൾക്ക് സന്തോഷങ്ങൾ അനുഭവപ്പെടും. പക്ഷേ പാപകർമ്മങ്ങൾ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ക്ഷണിച്ചു വരുത്തും. ആഗ്രഹങ്ങൾ ഒരു മനുഷ്യനെ എണ്ണമറ്റ ജന്മങ്ങൾ എടുക്കാൻ നിർബന്ധിക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ മുൻകാല കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനിക്കുന്നത്. ദൈവം ഈ കാര്യത്തിൽ ഇടപെടില്ല. അതിനാൽ വിഡ്ഢികൾ മാത്രമാണ് അവരുടെ ദുരിതങ്ങൾക്ക് ദൈവത്തെ ശപിക്കുന്നത്. അവരുടെ ദുഃഖങ്ങൾ അവർ സ്വയം സൃഷ്ടിച്ചതാണെന്ന് അവർ മറക്കുന്നു. പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുന്നതിലൂടെയും പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലൂടെയും ഒരു മനുഷ്യന് പാപങ്ങളിൽ നിന്ന് സ്വയം മോചിതനാകുവാൻ കഴിയും. ഒരു മനുഷ്യൻ തൻ്റെ കർത്തവ്യങ്ങൾ ഒരു അകൽച്ചയോടെ നിർവഹിക്കണം. കാരണം ആസക്തി ആത്മാവിൻ്റെ പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു. ശിശുമാർ ചക്രം എന്നത് സ്വന്തം സ്വത്വത്തിൻ്റെ പ്രതീകാത്മക പ്രകടനമാണെന്ന് ബ്രഹ്മാവ് പ്രഖ്യാപിക്കുന്നു. പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും ഈ ചക്രത്തിൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിനെ ആരാധിക്കണം. ഈ ചക്രത്തെ തൻ്റെ ശരീരത്തിനുള്ളിൽ കാണുന്നവനും പാപങ്ങളിൽ നിന്ന് മുക്തനാകുന്നു. ഈ ചക്രത്തിൻ്റെ വിവിധ ബിന്ദുക്കളിൽ ദൃശ്യമാകുന്ന വിവിധ ഗ്രഹങ്ങളായ വ്യാഴം, ശുക്രൻ, ബുധൻ, ശനി, ചൊവ്വ മുതലായവയെ മാനസികമായി ആരാധിക്കുന്നത് ഒരു മനുഷ്യനെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാക്കാൻ സഹായിക്കുന്നു. പാപങ്ങളിൽ നിന്ന് മുക്തനാക്കുവാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗം ഒരു പശുവിനെ സേവിക്കുക എന്നതാണ്. എല്ലാ പുണ്യസ്ഥലങ്ങളിലേക്കും ഒരുമിച്ച് തീർത്ഥാടനം നടത്തുന്നത് പോലെ പുണ്യകരമാണിത്. ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഒരു മനുഷ്യനെ പാപങ്ങളിൽ നിന്ന് മുക്തനാക്കാൻ സഹായിക്കുന്നു. തൻ്റെ വിവരങ്ങൾ പൂർത്തിയാക്കിയ നചികേതൻ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മുനിമാരെ വീക്ഷിച്ചു. യമപുരി എന്ന പുണ്യസ്ഥലത്തെക്കുറിച്ച് തങ്ങൾക്ക് വെളിച്ചം നൽകിയതിന് മുനിമാർ നചികേതനോട് നന്ദി പറഞ്ഞു. വരാഹപുരാണത്തിൻ്റെ 11ാമത്തെയും അവസാനത്തെയും ഭാഗത്തെ വിഭിന്നമായ, സമ്മിശ്രമായ, ഇടകലർന്ന, പല വകയായ എന്ന രീതിയിലൊക്കെ വിശേഷിപ്പിക്കാം. 11ാം ഭാഗത്തിൽ 12 വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. താരകാമയ എന്ന പ്രസിദ്ധമായ യുദ്ധം അവസാനിച്ചു. അസുരന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദേവന്മാർ വീണ്ടും സ്വർഗത്തിൻ്റെ നിയന്ത്രണം തിരിച്ചു പിടിക്കുന്നു. യുദ്ധത്തിൻ്റെ അന്തിമ ഫലത്തിൽ സന്തുഷ്ടനായ ബ്രഹ്മാവ് ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ സനത് കുമാരൻ ആഗതനായി ചോദിച്ചു, അല്ലയോ ഭഗവാനെ, 3 പ്രശസ്ത ശിവലിംഗങ്ങളായ ഉത്തര ഗോകർണം, ദക്ഷിണ ഗോകർണം, ശൃംഗേശ്വരൻ എന്നിവയുടെ ഉത്ഭവത്തെക്കുറിച്ച് അറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ശിവനെ ഒരു മാൻ, അതായത് ഗോകർണത്തിൻ്റെ രൂപമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്താണ്? ദയവായി ഈ വിഷയങ്ങളിലെല്ലാം എന്നെ പ്രബുദ്ധനാക്കണമേ.
ബ്രഹ്മാവ് ഉത്തരം പറഞ്ഞു. മന്ദരാചൽ പർവ്വതത്തിൻ്റെ വടക്കൻ കൊടുമുടി മുഞ്ചവൻ എന്നറിയപ്പെടുന്നു. ഈ സ്ഥലം ദിവ്യവും മനോഹരവുമാണ്. അവിടെയുള്ള കല്ലുകളും പാറകളും വജ്രം പോലെ തിളങ്ങുന്നതാണ്. ഇവിടെ നിരവധി നദികളും തടാകങ്ങളും നീരുറവകളുമുണ്ട്. അവിടെ അന്തരീക്ഷം വളരെ ശാന്തമാണ്. ദേവന്മാർ പോലും അവിടെ വാസസ്ഥലം സ്ഥാപിക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുന്നു. സ്ഥാണു മഹേശ്വരൻ്റെ സാന്നിധ്യത്താൽ ഈ പുണ്യസ്ഥലം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ശിവന്റെ എല്ലാ ഗണങ്ങളുടെയും അധിപനായ നന്ദി ത്രേതായുഗത്തിൽ ഒരു സദ്വൃത്തനായ ബ്രാഹ്മണനായിരുന്നു. ഒരിക്കൽ ശിവനെ സാക്ഷാത്കരിക്കാൻ അദ്ദേഹം കഠിനമായ തപസ് ചെയ്തു. ആ തപസ് 1000 വർഷം നീണ്ടുനിന്നു. ഒടുവിൽ സന്തുഷ്ടനായി ശിവൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ശിവൻ നന്ദിയെ തന്നെ പോലെയുള്ള ഒരു രൂപം നൽകി അനുഗ്രഹിച്ചു. ശിവൻ മൊഴിഞ്ഞു, ഇന്നു മുതൽ നിനക്ക് എന്നെപ്പോലെ 3 കണ്ണുകളുണ്ടാകും. ദേവന്മാരും അസുരന്മാരും നിന്നെ ആരാധിക്കും. നീ അമർത്യനാകും. കാലവും യുഗവും നിന്നെ ബാധിക്കില്ല. എൻ്റെ എല്ലാ ഗണങ്ങളുടെയും ആധിപത്യം നിനക്ക് നൽകപ്പെടുന്നു. എൻ്റെ വാസസ്ഥലത്തിൻ്റെ പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കേണ്ടത് നിന്റെ കടമയായിരിക്കും. അപ്പോൾ ശിവൻ നന്ദിയെ ഒരു കാര്യം അറിയിച്ചു. താമസിയാതെ ദേവന്മാർ നന്ദിയെ സന്ദർശിക്കാൻ വരും. ഏതോ കാരണത്താൽ ദേവന്മാർക്ക് എൻ്റെ രൂപം കാണാൻ അവസരം നൽകില്ലെന്ന് ശിവൻ പ്രതിജ്ഞയെടുത്തു. അതിനാൽ തന്നെ നന്ദിയെ അനുഗ്രഹിച്ച ശേഷം ശിവൻ അപ്രത്യക്ഷനായി. മാനിൻ്റെ രൂപം പൂണ്ട് ശ്ലേഷ്മതക വനത്തിൽ താമസിക്കാൻ പോയി. എന്നാൽ നന്ദിക്ക് ഈ വസ്തുത അറിയില്ലായിരുന്നു. അതേസമയം ശിവന്റെ അനുഗ്രഹം ലഭിച്ചതിനെ തുടർന്ന് നന്ദി ദിവ്യമായി പ്രകാശിക്കുന്ന ഒരു രൂപം പ്രാപിച്ചു. നന്ദിക്ക് 2 കണ്ണുകൾക്ക് പകരം 3 കണ്ണുകൾ ഉള്ളതായി ദേവന്മാർ കണ്ടപ്പോൾ ശിവന്റെ അനുഗ്രഹമില്ലാതെ അത് സംഭവിക്കില്ലെന്ന് അവർക്ക് പെട്ടെന്ന് ഉണരുവാനായി. എല്ലാ ദേവന്മാരും മുഞ്ചവൻ കൊടുമുടിയിലെത്തി ശിവന്റെ സ്ഥാനം വെളിപ്പെടുത്തുവാൻ നന്ദിയോട് അഭ്യർത്ഥിച്ചു. നന്ദി തൻ്റെ നിസ്സഹായത പ്രകടിപ്പിക്കുകയും ശിവൻ എവിടേക്കാണ് പോയതെന്ന് എനിക്ക് അറിയില്ലെന്ന് അവരോട് പറയുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വയം കണ്ടെത്താൻ ദേവന്മാരോട് അഭ്യർത്ഥിച്ചു. ദേവന്മാർ 3 ലോകങ്ങളിലും ശിവനെ അന്വേഷിച്ചു. പക്ഷേ കണ്ടെത്താനായില്ല. ദേവന്മാരുടെ അന്വേഷണ സംഘത്തിൽ ബ്രഹ്മാവും ഉണ്ടായിരുന്നു. അവസാനം ബ്രഹ്മാവ് ധ്യാനനിരതനായിരുന്നു. ധ്യാനത്തിൻ്റെ ആഴത്തിൽ ശിവൻ ശ്ലേഷ്മക വനത്തിൽ ഒരു മാനിൻ്റെ രൂപത്തിൽ താമസിക്കുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഈ വസ്തുത അദ്ദേഹം ദേവന്മാരോട് വെളിപ്പെടുത്തി. അതിനെ തുടർന്ന് എല്ലാ ദേവന്മാരും ശ്ലേഷ്മക വനത്തിലേക്ക് പോയി. മാൻ രൂപത്തിൽ ജീവിക്കുന്ന ശിവനെ അവർ തിരിച്ചറിഞ്ഞു. ശിവനാകുന്ന ആ മാനിൻ്റെ തലയിൽ ഒരു കൊമ്പുണ്ടായിരുന്നു. എല്ലാ ദേവതകളും അതിനെ പിടിക്കുവാനുള്ള ആഗ്രഹത്തോടെ മാനിൻ്റെ അടുത്തേക്കോടി. കൊമ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇന്ദ്രൻ ഉറച്ച നിലയിൽ പിടിച്ചു. ബ്രഹ്മാവ് കൊമ്പിൻ്റെ മധ്യഭാഗത്ത് പിടിച്ചു. അതുപോലെ വിഷ്ണു താഴെ ഭാഗത്തും പിടിമുറുക്കി. വളരെ വേഗം അതിൽ പ്രയോഗിച്ച ശക്തി കാരണം കൊമ്പ് വേരോടെ പിഴുതെടുക്കപ്പെട്ടു. തുടർന്ന് ശിവൻ തങ്ങളുടെ കാഴ്ചയിൽ നിന്നും ഓടി അപ്രത്യക്ഷനായി. കൊമ്പിൻ്റെ 3 കഷ്ണങ്ങളുമായി അവർ ഏറെ പിന്നിലായി. അവരവരുടെ നിർഭാഗ്യത്തിന് സ്വയം ശപിച്ചു. പെട്ടെന്ന് ആ കൊമ്പുകളുടെ കഷ്ണങ്ങളെ ആ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ച് ആരാധിക്കാൻ നിർദ്ദേശിക്കുന്ന ശിവന്റെ ശബ്ദം അവർ കേട്ടു. കൊമ്പിൻ്റെ മുകൾ ഭാഗം ഉത്തര ഗോകർണമെന്നും അതിൻ്റെ മധ്യഭാഗം ദക്ഷിണ ഗോകർണമെന്നും പ്രസിദ്ധമായി. വിഷ്ണു സ്ഥാപിച്ച കൊമ്പിൻ്റെ ഭാഗം ശൃംഗേശ്വർ എന്നും പ്രസിദ്ധമായി. ഈ 3 സ്ഥലങ്ങൾക്കും താരതമ്യപ്പെടുത്താനാവാത്ത മതപരമായ പ്രാധാന്യമുണ്ട്. ഈ രഹസ്യ വിഷയങ്ങളെക്കുറിച്ച് തനിക്ക് അറിവ് നൽകിയതിന് സനത് കുമാരൻ ബ്രഹ്മാവിനോട് നന്ദി പറഞ്ഞു. പ്രിയരെ, വരാഹപുരാണത്തിൻ്റെ 11ാം ഭാഗത്തിൻ്റെ 2ാം വിഭാഗത്തിൽ വിഷ്ണു സാക്ഷാത്കാരത്തിൻ്റെ ഉപാധികളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഒരിക്കൽ അഗസ്ത്യ മഹർഷി ഭദ്രാശി രാജാവിനോട് ഒരു കഥ പറഞ്ഞു. ഒരു ദിവസം നാരദൻ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ഭക്തന് തന്നെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഭഗവാൻ വിഷ്ണു മറുപടി പറഞ്ഞു, പുരുഷ സൂക്തം അല്ലെങ്കിൽ വൈദിക സംഹിത എന്നീ മന്ത്രങ്ങൾ ജപിച്ച് എന്നെ ആരാധിക്കുന്നവർക്ക് തീർച്ചയായും എന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും. പഞ്ചരാത്ര യാഗത്തിൻ്റെ ആചാരങ്ങൾ അനുസരിച്ച് വഴിപാടുകൾ നടത്തുന്നവർക്ക് എൻ്റെ ദിവ്യദർശനം ലഭിക്കും. എന്നാൽ പഞ്ചരാത്ര യാഗത്തിൻ്റെ ആചാരങ്ങൾ ബ്രാഹ്മണർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. ബാക്കിയുള്ള ജാതികൾക്കും ഭക്തിയിലൂടെയും എൻ്റെ നാമം ജപിച്ച് പുണ്യസ്ഥലങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തിക്കൊണ്ടും എന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും. കലിയുഗത്തിൽ പാപികൾ സദ്വൃത്തരേക്കാൾ കൂടുതലായിരിക്കുമെന്ന് അഗസ്ത്യ മഹർഷി ഭദ്രാശി രാജാവിനോട് പ്രഭാഷണം നടത്തിയപ്പോൾ പ്രഖ്യാപിച്ചു. ആളുകൾ അവരുടെ ധർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുകയും ചെയ്യും. വരാഹപുരാണത്തിൻ്റെ 11ാം ഭാഗത്തിലെ 3ാം വിഭാഗത്തിൽ ഭഗവാൻ വിഷ്ണു സർവശക്തനായ ദൈവമെന്ന് പ്രതിപാദിക്കുന്നു. ഒരിക്കൽ അഗസ്ത്യമുനി ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു. അതിലേക്ക് അദ്ദേഹം എല്ലാ ദേവന്മാരെയും ഋഷികളെയും ക്ഷണിക്കുന്നു. ഭഗവാൻ വിഷ്ണു, ഭഗവാൻ ബ്രഹ്മാവ്, ഭഗവാൻ ശിവൻ എന്നിവരും അവിടെയെത്തി. മൂവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്നറിയാതെ അഗസ്ത്യൻ ആശയക്കുഴപ്പത്തിലായി. ഇക്കാര്യത്തിൽ അദ്ദേഹം ശിവനോട് അഭിപ്രായം ചോദിച്ചു. ശിവൻ മറുപടി പറഞ്ഞു,
യാഗം അർപ്പിച്ച് ആരാധിക്കുന്നവൻ ഈ പ്രപഞ്ചത്തിന്റെ ഉറവിടവും അത് ഒടുവിൽ ആരിൽ ലയിക്കുന്നുവോ അവൻ മറ്റാരുമല്ല. അതിനാൽ അദ്ദേഹത്തെയാണ് ആരാധിക്കേണ്ടത്. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ 3 രൂപങ്ങളിൽ സ്വയം പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ്. ബ്രഹ്മാവിൽ രജോഗുണം പ്രബലമാണ്. അതോടൊപ്പം ചില അളവിൽ സത്വഗുണവും തമോ ഗുണവും പ്രബലമാണ്. ബ്രഹ്മാവ് വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും പ്രകടമായതാണ്. എന്നിൽ, അതായത് രുദ്രനിൽ അല്പം സത്വഗുണങ്ങളും ഉള്ള പ്രധാന ഗുണമാണ് തമോ ഗുണം. ശുദ്ധമായ സത്വഗുണത്തിന്റെ മൂർത്തിഭാവമാണ് നാരായണൻ. സത്യയുഗത്തിൽ ധ്യാനത്തിലൂടെയാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ത്രേതായുഗത്തിൽ യാഗത്തിലൂടെയാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത്. ദ്വാപരയുഗത്തിൽ പഞ്ചരാത്രത്തിന്റെ ആചാരങ്ങൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ പ്രസാദിക്കുന്നത്. കലിയുഗത്തിൽ ആളുകൾ വിവിധ മാർഗങ്ങളിലൂടെ അദ്ദേഹത്തെ ആരാധിക്കും. ഭഗവാൻ ശിവന്റെ വെളിപ്പെടുത്തലുകൾ അഗസ്ത്യമുനിയെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തി. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 11-ാം ഭാഗത്തിലെ 4-ാം വിഭാഗത്തിൽ ഗൗതമമുനി ബ്രാഹ്മണരെ ശപിക്കുന്നതിന്റെ വൃത്താന്തമാണ് ഉൾക്കൊള്ളുന്നത്. അഗസ്ത്യൻ സംഘടിപ്പിച്ച ഒരു യാഗത്തിൽ നിരവധി ഋഷിമാർ സന്നിഹിതരായിരുന്നു. മനുഷ്യർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ചില ഗ്രന്ഥങ്ങൾ എന്തിനാണ് സൃഷ്ടിച്ചതെന്ന് അവരിൽ ചിലർ ഭഗവാൻ ശിവനോട് ചോദിച്ചു. ഗൗതമമുനിയുടെ ശാപത്തിൽ നിന്ന് ബ്രാഹ്മണരെ സംരക്ഷിക്കുവാനായിട്ടാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചതെന്ന് ശിവൻ അവരോട് വെളിപ്പെടുത്തി. തുടർന്ന് അദ്ദേഹം ആ സംഭവം വിവരിച്ചു. പുരാതന കാലത്ത് ഗൗതമമുനി ദണ്ഡകാരണ്യ വനത്തിൽ കഠിനമായ തപസ് ചെയ്തു. അതിൽ തൃപ്തനായ ബ്രഹ്മാവ് അദ്ദേഹത്തിന് ശാശ്വതമായ ഫലങ്ങളുള്ള ചില ദിവ്യ വിത്തുകൾ നൽകി. തുടർന്ന് ഗൗതമൻ സപ്തശൃംഗ പർവ്വതത്തിൽ പോയി അവിടെ തന്റെ ആശ്രമം സ്ഥാപിച്ചു. വിത്തുകൾ വിതച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ നെൽമണികൾ മുളയ്ക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ അത്ഭുതം. ശിഷ്യന്മാരോടൊപ്പം അദ്ദേഹം അവിടെ സന്തോഷത്തോടെ താമസിച്ചു. കാലക്രമേണ ഗൗതമന്റെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലം ഒഴികെ മുഴുവൻ രാജ്യവും ക്ഷാമത്തിന്റെ പിടിയിലായി. ഒരു ദിവസം ഗൗതമന്റെ ആശ്രമത്തിൽ കുറച്ച് മുനിമാർ എത്തി. ഗൗതമൻ അവരെയെല്ലാം ബഹുമാനത്തോടെ പരിഗണിച്ചു. ഈ മുനിമാർ ഗൗതമന്റെ ആതിഥ്യം ആസ്വദിക്കുകയും ക്ഷാമകാലം അവസാനിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ അവർ താമസിക്കുകയും ചെയ്തു. പിന്നീട് അവർ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. മടങ്ങുവാൻ ഗൗതമന്റെ അനുമതി തേടിയപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി അവിടെ തുടരുവാൻ അവരോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. തുടർന്നും ഗൗതമന്റെ അനുമതി വാങ്ങുന്നതിനായി അവർ വഞ്ചനാപരമായ മാർഗങ്ങൾ അവലംബിക്കാൻ തീരുമാനിക്കുന്നു. അവരുടെ മായാശക്തിയുടെ സഹായത്തോടെ അവർ ഉപരിപ്ലവമായ ഒരു പശുവിനെ സൃഷ്ടിച്ച് ഗൗതമന്റെ ആശ്രമത്തിന് സമീപം ഉപേക്ഷിച്ചു. ആ പശുവിനെ കണ്ടതിൽ ഗൗതമന് ആഹ്ലാദം. അതിന്റെ ദേഹത്ത് വെള്ളം തെളിച്ചുകൊണ്ട് അതിനെ സ്തുതിച്ചു. തന്റെ പ്രവൃത്തി പൂർത്തിയാവുന്നതിന് തൊട്ടു മുൻപ് പശു മരിച്ചുപോയി. അപ്പോഴേക്കും ആ ദുഷ്ടമുനിമാർ അവിടേക്കെത്തി നിരപരാധിയായ ഒരു പശുവിനെ കൊന്നതിന് ഗൗതമനെ ശപിച്ചു. ഒരു പശുവിനെ ഹനിച്ച ഒരാൾക്കൊപ്പം തങ്ങൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ലെന്ന് അവർ അദ്ദേഹത്തോട് ഈർഷ്യ പ്രകടിപ്പിച്ചു. തുടർന്ന് ഗൗതമൻ ആ വഞ്ചകരോട് താൻ ചെയ്ത ഹീനമായ പാപത്തിൽ നിന്ന് മുക്തി നേടുവാനുള്ള മാർഗത്തെക്കുറിച്ച് തിരക്കി. ഗംഗാജലം ആ ശരീരത്തിൽ തെളിച്ചാൽ പശു ജീവിക്കുമെന്ന് മുനിമാർ ഗൗതമനെ ബോധിപ്പിച്ചു. ഗൗതമൻ വീണ്ടും ശിവനെ പ്രീതിപ്പെടുത്തുവാൻ കഠിനമായ തപസ്സു ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഗൗതമൻ അദ്ദേഹത്തിന്റെ മുടിയുടെ ഒരു ജട നൽകുവാൻ ആവശ്യപ്പെട്ടു. ശിവൻ അതിന് സമ്മതിക്കുകയും അതുമായി ഗൗതമൻ പശുവിന്റെ മൃതശരീരം കിടക്കുന്നിടത്തേക്ക് പോവുകയും ചെയ്തു. മുടിയിൽ നിന്നും പുറത്തു വന്ന ജലം പശുവിന്റെ ദേഹത്തേക്ക് അദ്ദേഹം തെളിച്ചു. ഉപരിപ്ലവമായ പശു അടുത്ത നിമിഷത്തിൽ അപ്രത്യക്ഷമായി. അതിന്റെ സ്ഥാനത്ത് ഒരു നദി രൂപപ്പെട്ടു. അപ്പോൾ തന്നെ സപ്തഋഷികൾ അവിടെയെത്തി ഗൗതമനെ അനുഗ്രഹിക്കുന്നു. അതേസമയം ആ ദുഷ്ടമുനിമാർ തന്നോടൊരു ദുഷ്ടതന്ത്രം പ്രയോഗിച്ചതായി ഗൗതമൻ മനസ്സിലാക്കി. ആ ദുഷ്ടമുനിമാർക്ക് വേദങ്ങളെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടുമെന്നും വേദാചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവർക്ക് ഇനി അവകാശമില്ലെന്നും അവരെ ഗൗതമൻ ശപിച്ചു. ആ നിർഭാഗ്യവാന്മാരായ ബ്രാഹ്മണരോട് കരുണ കാണിക്കുവാൻ സപ്തഋഷികൾ ഗൗതമനോട് അഭ്യർത്ഥിച്ചു. കലിയുഗത്തിൽ മാത്രമേ തന്റെ ശാപം ഫലിക്കൂ എന്നും ശേഷിക്കുന്ന 3 യുഗങ്ങളിലും തന്റെ ശാപം ആ ബ്രാഹ്മണരെ ബാധിക്കില്ലെന്നും ഗൗതമൻ പ്രഖ്യാപിച്ചു. സപ്തഋഷിമാർ എൻ്റെ അടുക്കൽ വന്ന് ആ നിർഭാഗ്യവാന്മാരായ ബ്രാഹ്മണർക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്നെ അറിയിച്ചു. ആചാരങ്ങളുടെ പ്രാധാന്യത്തെ സംബന്ധിച്ചിടത്തോളം വേദങ്ങൾക്ക് സമാനമായി എൻ്റെ ശ്വാസത്തിൽ നിന്നാണ് ഞാൻ ശിവസംഹിത സൃഷ്ടിച്ചത്. ബ്രാഹ്മണരുടെ അനുഗ്രഹത്തിനായി ഞാനത് ചെയ്തു. കലിയുഗത്തിൽ ബ്രാഹ്മണർ കൃപയിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് എനിക്കറിയാം. ആളുകൾ വേദങ്ങൾക്ക് ചെറിയ ബഹുമാനം നൽകുകയും സ്വന്തം ഗ്രന്ഥങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ആശയക്കുഴപ്പം വ്യാപകമാകും. ആളുകൾ വ്യാജമതങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 11-ാം ഭാഗത്തിലെ 5-ാം അധ്യായത്തിൽ പ്രകൃതിയും പുരുഷനും എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഒരിക്കൽ ഭഗവാൻ ശിവൻ ഭഗവാൻ നാരായണനെ ദിവ്യമായി ദർശിച്ച സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതിനിടയിൽ അഗസ്ത്യമുനിയോട് പറഞ്ഞു, പുരുഷൻ എന്നത് ഭഗവാൻ നാരായണൻ തന്നെയാണ്. പ്രകൃതിയിലൂടെയാണ് അദ്ദേഹം തന്റെ ശക്തികൾ പ്രകടിപ്പിക്കുന്നത്.
ഈ പുരുഷന്റെ ദിവ്യദർശനം ലഭിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മാവ് എന്നെ സൃഷ്ടിച്ചതിന് ശേഷം എന്നോട് സൃഷ്ടിപ്രക്രിയ തുടരാൻ നിർദ്ദേശിച്ചപ്പോൾ എനിക്ക് എങ്ങനെ സൃഷ്ടിപ്രക്രിയ നടത്തണമെന്ന് അറിയില്ലായിരുന്നതിനാൽ തപസ് ചെയ്യാൻ തീരുമാനമെടുത്തുകൊണ്ട് സമുദ്രത്തിന്റെ അഗാധതയിലേക്ക് പോയി. സമുദ്രത്തിൽ തള്ളവിരലിന്റെ വലിപ്പത്തിൽ കൂടുതൽ ഇല്ലാത്ത ഒരു സത്തയെ ഞാൻ കണ്ടു. അദ്ദേഹം സ്വയം പുരുഷനായിരുന്നുവെന്ന് ഞാൻ അദ്ദേഹത്തെ ഉടൻ തിരിച്ചറിഞ്ഞു. ആ സർവശക്തനായ പുരുഷന്റെ രൂപത്തെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് 11 സത്തകൾ കൂടി എൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. അവയെല്ലാം വളരെ തിളക്കമുള്ളവയായിരുന്നു. അവരുടെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ചൂട് കാരണം വെള്ളം ചൂടായി. അവർ ആരാണെന്ന് ഞാൻ അവരോട് ചോദിച്ചു. പക്ഷേ അവർ മറുപടിയൊന്നും നൽകിയില്ല. എന്നിട്ടവ എൻ്റെ ദൃഷ്ടിയിൽ നിന്നും അപ്രത്യക്ഷമായി. അടുത്ത നിമിഷം ഞാൻ വളരെ സുന്ദരനായ ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് കണ്ട 11 സത്തകളെക്കുറിച്ചും അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. ആ സത്തകൾ സൃഷ്ടിപ്രക്രിയയിൽ ബ്രഹ്മാവിനെ സഹായിച്ചിരുന്ന 11 ആദിത്യന്മാരായിരുന്നു. പിന്നെ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി, ഞാൻ നാരായണനാണ്, സർവ്വവ്യാപിയായ ഭഗവാൻ. എൻ്റെ ദിവ്യരൂപം നിങ്ങൾക്ക് കാണാൻ കഴിയേണ്ടതിനാൽ ഞാൻ നിങ്ങൾക്ക് ദിവ്യദർശനം നൽകുന്നു. ഞാൻ നാരായണനെ നോക്കി നിന്നപ്പോൾ എൻ്റെ മുൻപിൽ അതേ തള്ളവിരലിൻ്റെ വലിപ്പമുള്ള നാരായണൻ നിൽക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എന്നാൽ അധികനേരം ആ രൂപത്തിന് തള്ളവിരലിൻ്റെ രൂപത്തിലിരിക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം വളരെയധികം വികസിച്ചു. അദ്ദേഹം ഒരു ഭീമനെ പോലെ പ്രത്യക്ഷപ്പെട്ടു. നാഭിയിൽ നിന്ന് ഉത്ഭവിച്ച താമരയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബ്രഹ്മാവിനെയും ഞാൻ കണ്ടു. പൂർണ്ണ ഭക്തിയോടെ ഞാൻ അദ്ദേഹത്തെ സ്തുതിച്ചു. അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മൊഴിഞ്ഞു, താങ്കൾ ശാശ്വതനാണ്. താങ്കളുടെ അറിവിന് അതീതമായി ഒന്നുമില്ല. ദേവതകൾ താങ്കളെ ആരാധിക്കും. വരും യുഗങ്ങളിൽ ഞാൻ 12 അവതാരങ്ങൾ എടുക്കുകയും എൻ്റെ ഓരോ അവതാരത്തിലും താങ്കളെ ആരാധിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ നാരായണൻ അപ്രത്യക്ഷനായി. ഭഗവാൻ നാരായണന്റെ, അതായത് പുരുഷന്റെ ദിവ്യരൂപം ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 11-ാം ഭാഗത്തിലെ 6-ാം വിഭാഗത്തിൽ ഭുവൻകോശും ദ്വീപുകളെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സർവശക്തനായ നാരായണനെക്കുറിച്ച് ഭഗവാൻ ശിവൻ പറഞ്ഞ വിവരണം എല്ലാ മുനിമാരും ശ്രദ്ധയോടെ കേട്ടു. പക്ഷേ അവർക്ക് കൂടുതൽ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അവർ ശിവനോട് മറ്റൊരു ചോദ്യമാണ് ഉന്നയിച്ചത്. അല്ലയോ ഉമയുടെ ഭഗവാനെ, ദയവായി ഭൂമിയുടെ വിസ്തൃതിയെക്കുറിച്ചും പർവ്വതങ്ങളുടെയും പ്രമുഖ ദ്വീപുകളുടെയും അവസ്ഥയെക്കുറിച്ചും ഞങ്ങൾക്ക് ജ്ഞാനം പകർന്നു നൽകൂ. ശിവൻ മറുപടി പറഞ്ഞു, ഭൂമിയുടെ ഉപരിതലത്തിലാണ് ഭൂലോകം സ്ഥിതി ചെയ്യുന്നത്. ഭൂമി തന്നെ സർവശക്തന്റെ നെഞ്ചിൽ അധിഷ്ഠിതമാണ്. സത്വം, രജസ്, തമസ് എന്നീ 3 അടിസ്ഥാന ഗുണങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ആഗ്രഹത്തോടെ സർവശക്തനായ നാരായണൻ ആദ്യം ജലത്തെ സൃഷ്ടിച്ച് അതിൽ യോഗനിദ്രയിലേക്ക് പോയി. തുടർന്ന് നാഭിയിൽ നിന്ന് ഒരു താമരപ്പൂ ഉത്ഭവിച്ചു. അതിൽ ബ്രഹ്മാവ് ഉപവിഷ്ടനായിരുന്നു. പിന്നീട് ബ്രഹ്മാവ് തൻ്റെ മാനസപുത്രന്മാരായ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവരെ സൃഷ്ടിച്ചു. അവരെല്ലാം പ്രബുദ്ധരായ ആത്മാക്കളായിരുന്നു. തുടർന്ന് ബ്രഹ്മാവ് ദക്ഷൻ തുടങ്ങിയ ഋഷിമാരെയും സൃഷ്ടിച്ചു. ദക്ഷന്റെ മകളായ ശതരൂപ മനുവിനെ വിവാഹം കഴിച്ചു. അവരിൽ നിന്നും 2 പുത്രന്മാർ ജനിച്ചു, പ്രിയവ്രതനും ഉത്ഥാനപാദനും. പ്രിയവ്രതന് അഗ്നികൻ, അഗ്നിബാഹു, മേധൻ, മേധാതിഥി, ധ്രുവൻ, ജ്യോതിഷ്മാൻ, ദുതിമാൻ, ഹവ്യൻ, വായുഷ്മാൻ, സാവൻ എന്നീ 10 പുത്രന്മാരുണ്ടായിരുന്നു. പ്രിയവ്രതൻ ഭൂമിയെ 7 ദ്വീപുകളായി വിഭജിച്ച് 7 പുത്രന്മാർക്കായി സമ്മാനിച്ചു. അഗ്നികിനൻ ജംബു ദ്വീപിന്റെ രാജാവാണ്. അതേസമയം മേധാതിക്ക് ശകദ്വീപ്, ജ്യോതിഷ്മാന് ക്രൗഞ്ചദ്വീപ്, ദ്യുതിമാന് ശൽമലി ദ്വീപ്, ഹവ്യന് ഗോമേധ ദ്വീപ്, വായുഷ്മാന് പ്ലക്ഷദ്വീപ്, സാവൻ പുഷ്കര ദ്വീപ് എന്നീ രാജ്യങ്ങളുടെ ഭരണാധികാരികളായി തീർന്നു. സാവന് ദത്തൻ, മഹാബീതി എന്നീ 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ ദത്കി, കൗമുദ് പ്രവിശ്യകൾ ഭരിച്ചു. അതുപോലെ ദ്യുതിമാന് കുശൻ, വൈദ്യുത്, ജിമിത്വഹൻ എന്നീ 3 പുത്രന്മാരുണ്ടായിരുന്നു. ജ്യോതിഷ്മാന് കുശൻ, മനുഗവ്യൻ, പീവർ, ആന്ധ്രൻ, അന്ധകാരകൻ, മുനി, ദുന്ദുബി എന്നീ 7 പുത്രന്മാരുണ്ടായിരുന്നു. ജ്യോതിഷ്മാന്റെ പുത്രനായ കുശന് ഉദ്ഭിദൻ, വേനുമൻ, രഥപാൽ, മനു, ധൃതി, പ്രഭാകരൻ, പാപിലൻ എന്നീ 7 പുത്രന്മാരും ഉണ്ടായിരുന്നു. മേധാതിക്കും നബി, ശാന്തമയൻ, ശിശിരൻ, മഖോദൻ, നന്ദശിവൻ, ക്ഷേമകൻ, ധ്രുവൻ എന്നീ 7 പുത്രന്മാരുണ്ടായിരുന്നു. ഋഷഭനെ പ്രസവിച്ച മേരുദേവിയായിരുന്നു നബിയുടെ ഭാര്യ. ഹിമാലയ പർവ്വതത്തിന് തെക്ക് കിടക്കുന്ന പ്രദേശത്തിന്റെ ഭരണാധികാരിയായ ഭരതന്റെ പിതാവാണ് ഋഷഭൻ. സുമതി ഭരതന്റെ പുത്രനായിരുന്നു. ഭരതൻ സുമതിയെ തന്റെ പിൻഗാമിയായി നിയോഗിച്ച ശേഷം തപസ് ചെയ്യാൻ വനത്തിലേക്ക് പോയി. തേജൻ, സൽസുതൻ, ഇന്ദ്രദ്യുമ്നൻ, പരമേഷ്ടി, പ്രതിഹർത്തൻ, നികതൻ, ഉന്മേധൻ, അഭൗ ഉദ്ഗതൻ, പ്രസോദൻ, വിഭു, പൃഥു, അനന്തൻ, ഗയൻ, നയൻ, വിരാടൻ, മഹാവീര്യൻ, സുതിമാൻ,
തുടങ്ങിയവർ സുമതിയുടെ വംശപരമ്പരയിൽ നിന്നും വരുന്ന ചില രാജാക്കന്മാരുടെ പേരുകളാണ്. അതിലെ സുധിമാന് 100 പുത്രന്മാരുണ്ടായിരുന്നു. ഇങ്ങനെ യഥാക്രമം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. സത്യയുഗം, ത്രേതായുഗം, ദ്വാപര, കലി എന്നീ 4 യുഗങ്ങൾ ചാക്രിക ക്രമത്തിലാണ് സംഭവിക്കുന്നത്. ഓരോന്നും ഓരോന്നിനെ പിന്തുടരുന്നു. ഒരു മന്വന്തരത്തിൽ 71 ചതുർയുഗങ്ങളുണ്ട്. പ്രിയരെ, വരാഹപുരാണത്തിന്റെ 11-ാം ഭാഗത്തിലെ 7-ാം വിഭാഗത്തിൽ ജംബുദ്വീപിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. പ്രമുഖ ദ്വീപുകളിൽ വസിച്ചുകൊണ്ട് ശിവൻ അവിടെ കൂടിയിരുന്ന ഋഷിമാരോട് പറഞ്ഞു, ജംബുദ്വീപ് 1,00,000 യോജന വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. അതിൽ നിരവധി ജനപദങ്ങൾ അടങ്ങിയിരിക്കുന്നു. സിദ്ധന്മാരും ചരണന്മാരും വസിക്കുന്നതും താരതമ്യപ്പെടുത്തുവാനാവാത്ത പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതവുമാണ്. എല്ലാ വശങ്ങളും വിവിധ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ജംബുദ്വീപിന്റെ പ്രദേശത്ത് ആകെ 9 വർഷങ്ങൾ അഥവാ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നു. അതിന്റെ കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ ഉപ്പുവെള്ള സമുദ്രങ്ങളുണ്ട്. ജംബുദ്വീപിലെ ചില പ്രധാന പർവ്വതങ്ങൾ ഹിമാലയം, സുമേരു, ഹേമകുടം, നിഷാദ എന്നിവയാണ്. സുമേരു പർവ്വതത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് വെളുത്ത നിറമുള്ള ബ്രാഹ്മണർ വസിക്കുന്നു. അതിന്റെ തെക്ക് ഭാഗത്ത് വൈശ്യർ വസിക്കുന്നു. സുമേരുവിന്റെ തെക്ക് ഭാഗത്ത് ശൂദ്രരും അതിന്റെ വടക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് ക്ഷത്രിയരുമാണ് വസിക്കുന്നത്. പ്രിയരെ, 11-ാം ഭാഗത്തിലെ 8-ാം വിഭാഗത്തിൽ ശകദ്വീപിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ജംബുദ്വീപിന്റെ ഇരട്ടി വിസ്തീർണം ശകദ്വീപിന്റെ പ്രത്യേകതയാണ്. സമ്പന്നരും ദീർഘായുസുള്ളവരുമായ സദ്വൃത്തരായ ആളുകൾ ഇവിടെ വസിക്കുന്നു. അവർ വാർദ്ധക്യത്തിന്റെ പീഡനത്തിൽ നിന്ന് മുക്തരാണ്. ഈ ദ്വീപിന്റെ 2 വശങ്ങളും സമുദ്രത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഒരു വശത്ത് ഉപ്പുവെള്ള സമുദ്രവും മറുവശത്ത് ക്ഷീരസാഗരം അഥവാ പാലാഴിയുമാണുള്ളത്. ഈ ദ്വീപിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകൾ ഉദയാചൽ എന്നും പടിഞ്ഞാറൻ ഭാഗത്ത് ചന്ദ്രഗിരി എന്നും അറിയപ്പെടുന്നു. രജതഗിരി, അംബികെ തുടങ്ങിയ മറ്റു ചില പർവ്വതനിരകൾ ഈ ദ്വീപിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ പർവ്വതനിരകൾ 7 എണ്ണത്തിൽ കുലപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്നു. ഈ ദ്വീപിലൂടെ ഒഴുകുന്ന ചില പ്രധാന നദികൾ സുകുമാരി, കുമാരി, നന്ദ, വേണിക, ധേനു, ഇക്ഷുമതി, ഗബസ്തി എന്നിവയാണ്. ഈ ദ്വീപിന്റെ മധ്യഭാഗത്ത് ശക എന്നൊരു വലിയ വൃക്ഷമുണ്ട്. അങ്ങനെയാണ് ഈ ദ്വീപിന് ശകദ്വീപ് എന്ന പേര് ലഭിച്ചത്. 11-ാം ഭാഗത്തിലെ 9-ാം വിഭാഗത്തിൽ കുശദ്വീപിനെ കുറിച്ചാണ് വിവരിക്കുന്നത്. ഈ ദ്വീപിൽ കുലപർവ്വതങ്ങൾ എന്നറിയപ്പെടുന്ന കുമുദ്, ഉന്നത്, ദ്രോണ, കാങ്ക്, ഇഷ, മഹിഷ്, മന്ദർ എന്നീ 7 പ്രമുഖ പർവ്വത നിരകളുണ്ട്. ഈ ദ്വീപിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ ഒഴുകുന്ന പ്രധോയ, ശിവ, ചിത്ര, ചന്ദ്ര, വിദ്യുല്ലത, വർണ്ണ, മഹതി എന്നീ 7 പ്രമുഖ നദികളുമുണ്ട്. ദ്വീപിന്റെ മധ്യഭാഗത്ത് സമൃദ്ധമായി കാണപ്പെടുന്ന കുശപ്പുല്ല്, അതായത് കറുകപ്പുല്ലിൽ നിന്നുമാണ് ഈ ദ്വീപിന് കുശദ്വീപ് എന്ന പേര് ലഭിച്ചത്. 11-ാം ഭാഗത്തിലെ 10-ാം വിഭാഗത്തിൽ ക്രൗഞ്ച ദ്വീപിനെ കുറിച്ച് പരാമർശിക്കുന്നു. കുശദ്വീപിന്റെ ഇരട്ടി വിസ്തൃതിയാണ് ക്രൗഞ്ച ദ്വീപിന്. ക്രൗഞ്ച്, പവൻ, ദേവവൃതം, ദേവിഷ്ടൻ, ദേവാനന്ദ്, ഗോവിന്ദ്, പുണ്ടരീക് എന്നീ 7 പർവ്വതനിരകൾ ക്രൗഞ്ച ദ്വീപിലുണ്ട്. ഗൗരി, കുമുദ്വതി, രാത്രി, മനോജവൻ, ഖ്യാതി, പുണ്ടരിക എന്നീ 6 പ്രമുഖ നദികളും ഈ ദ്വീപിലൂടെ ഒഴുകുന്നു. ക്രൗഞ്ച ദ്വീപിന്റെ എല്ലാ വശങ്ങളിലും ഉരുക്കിയ വെണ്ണ അഥവാ നെയ്യ് കൊണ്ടുള്ള ഒരു സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. 11-ാം ഭാഗത്തിലെ 11-ാം വിഭാഗത്തിൽ ശൽമലി ദ്വീപിനെ കുറിച്ചാണ് വിസ്തരിക്കുന്നത്. ക്രൗഞ്ച ദ്വീപിന്റെ ഇരട്ടി വിസ്തൃതിയിലുള്ള ശൽമലി ദ്വീപ് എല്ലാ വശങ്ങളിൽ നിന്നും ശുദ്ധമായ വെണ്ണ സമുദ്രത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ ദ്വീപിലും 7 പ്രമുഖ പർവ്വതങ്ങളും 7 നദികളുമുണ്ട്. ഈ രീതിയിൽ എല്ലാ പ്രമുഖ ദ്വീപുകളുടെയും വിവരണം പൂർത്തിയാക്കിയ ശേഷം ശിവൻ അപ്രത്യക്ഷനായി. വരാഹപുരാണത്തിന്റെ 11-ാം ഭാഗത്തിലെ 12-ാം വിഭാഗത്തിൽ ത്രിശക്തിയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നിവരുടെ ശരീരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന 3 ദേവതകൾ, അതായത് ത്രിശക്തി, പ്രത്യക്ഷപ്പെടുന്നതിന്റെ പിന്നിലെ കാരണം വിവരിച്ചുകൊണ്ട് വരാഹ ഭഗവാൻ പൃഥ്വിയോട് പറഞ്ഞു, ദേവന്മാരെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അന്തകൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം എല്ലാ ദേവന്മാരും ബ്രഹ്മാവിന്റെ സഹായം തേടിപ്പോയി. ബ്രഹ്മാവ് അവരെ ശിവന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നു. ദേവന്മാരുടെ ദുരിതങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുവാൻ വിനീതരായി ശിവനോട് അവർ അഭ്യർത്ഥിച്ചു. തൽക്ഷണം അവിടെ പ്രത്യക്ഷപ്പെട്ട വിഷ്ണുവടക്കമുള്ള ശിവനും ബ്രഹ്മാവും ധ്യാനനിരതരായി. 3 ദേവതകളുടെയും കണ്ണുകളിൽ നിന്ന് പുറപ്പെട്ട ശക്തികൾ സംയോജിച്ച് പരമേശ്വരി ദേവിയുടെ പ്രത്യക്ഷീകരണത്തിലേക്ക് അത് നയിച്ചു. ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം പരമേശ്വരി ദേവി തന്റെ ശരീരത്തിൽ നിന്ന് ബ്രാഹ്മി, വിഷ്ണുപ്രിയ, രുദ്രാണി എന്നീ 3 ദേവതകളെ കൂടി സൃഷ്ടിച്ചു. ബ്രാഹ്മി ദേവി വെളുത്ത നിറമുള്ളവളും, വിഷ്ണുപ്രിയയുടെ നിറം ഗോതമ്പിന്റെ നിറവും, രുദ്രാണി ദേവി ഇരുണ്ട നിറത്തിലും വളരെ ക്രൂരമായി പ്രത്യക്ഷപ്പെട്ടു. ബ്രാഹ്മി ദേവിയെ ശ്വേതഗിരി പർവ്വതത്തിൽ തപസ് ചെയ്യാൻ ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. അതുപോലെ വിഷ്ണുപ്രിയ മന്ദരാചൽ പർവ്വതത്തിലേക്ക് തപസ് ചെയ്യാൻ പോയി.
രുദ്രാണി ദേവിയെ നീലഗിരി പർവ്വതത്തിലേക്ക് പോകുവാൻ ശിവൻ ഉപദേശിച്ചു. വിഷ്ണുപ്രിയ മന്ദരാച്ചൽ പർവ്വതത്തിൽ തപസ് ചെയ്യുമ്പോൾ വിദ്യുത് പ്രഭ, ചന്ദ്രകാന്തി, സൂര്യകാന്തി, ഗംഭീര, വിജയ, ജയ, ജയന്തി, അപരാജിത തുടങ്ങിയ പ്രമുഖർ അവളുടെ ശരീരത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ഈ ദേവതകളെല്ലാം വൈഷ്ണവി എന്നും അറിയപ്പെടുന്ന വിഷ്ണുപ്രിയയുടെ പരിവാരങ്ങളായി പ്രവർത്തിച്ചു. ഒരു ദിവസം നാരദ മഹർഷി വൈഷ്ണവി ദേവിയെ സന്ദർശിക്കുകയും അവളുടെ ദിവ്യ സൗന്ദര്യത്തിൽ സ്തബ്ധനാവുകയും ചെയ്തു. ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. മടക്കയാത്രയിൽ ബ്രഹ്മാവിന്റെ അനുഗ്രഹം ലഭിച്ച ശക്തനായ രാക്ഷസനായ മഹിഷാസുരനെ നാരദൻ കണ്ടുമുട്ടി. മഹിഷാസുരൻ 3 ലോകങ്ങളെയും കീഴടക്കിയിരുന്ന സാഹചര്യമായിരുന്നത്. നാരദൻ മഹിഷാസുരന്റെ മഹത്വത്തെ പ്രശംസിച്ചു. എന്നാൽ വൈഷ്ണവിയെ വിവാഹം കഴിക്കുന്നതുവരെ അദ്ദേഹത്തിന്റെ മഹത്വം അപൂർണമായിരിക്കുമെന്ന് കൂട്ടിച്ചേർത്തു. നാരദൻ തന്റെ ജോലി ആരംഭിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുന്ദരിയായ മറ്റൊരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. സർവ്വമുനിമാരും ഗന്ധർവന്മാരും ദേവന്മാരും മറ്റ് സ്വർഗീയ ജീവികളും അവരെ ആരാധിക്കുന്നു. പക്ഷേ താങ്കൾ അവളുടെ ഭർത്താവാകുവാൻ യോഗ്യനാണെങ്കിലും ദേവന്മാരെയും ഗന്ധർവന്മാരെയും കീഴടക്കുന്നതുവരെ അവളെ താങ്കളുടെ പത്നിയായി സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. മഹിഷാസുരന്റെ മനസ്സിൽ കാമത്തിന്റെ വിത്ത് വിതച്ചതിനു ശേഷം നാരദൻ പോയി. എന്ത് വില കൊടുത്തും വൈഷ്ണവിയെ വിവാഹം കഴിക്കുമെന്ന് മഹിഷാസുരൻ പ്രതിജ്ഞയെടുത്തു. ഭഗവാൻ വരാഹം കഥ തുടർന്നുകൊണ്ട് പറഞ്ഞു. നാരദൻ പോയതിനു ശേഷം മഹിഷാസുരൻ തൻ്റെ മന്ത്രിയായ പ്രകസൻ, വികസൻ, ശംഖുകർണൻ, വിഭാവസു, വിദ്യുന്മാലി, സുമാലി, പർജന്യൻ, ക്രൂരൻ എന്നിവരെ വിളിച്ചു. എല്ലാ മന്ത്രിമാരും എത്തിയപ്പോൾ വൈഷ്ണവിയെ വിവാഹം കഴിക്കുന്നതിനായി ഒരു മാർഗം കണ്ടെത്തുവാൻ അവരോട് ആവശ്യപ്പെട്ടു. മന്ത്രിമാരിലൊരാളായ പ്രകസൻ അത്യധികം ബുദ്ധിമാനായിരുന്നു. മഹിഷാസുരൻ തൻ്റെ ദുഷ്ടപദ്ധതികളുമായി മുൻപോട്ട് പോകരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ നിയമവിരുദ്ധമായ തട്ടിക്കൊണ്ടുപോകൽ നിങ്ങളുടെ നാശത്തിന് കാരണമാവും എന്ന് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചു. പ്രകസന്റെ പ്രസ്താവനകൾ വികസൻ ശരിവച്ചു. ഒടുവിൽ ബലപ്രയോഗത്തിലൂടെ തട്ടിക്കൊണ്ടു പോകുന്നതിന് പകരം മഹിഷാസുരനെ ഭർത്താവായി സ്വീകരിക്കാൻ വൈഷ്ണവിയെ പ്രേരിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എല്ലാവരും സമ്മതിച്ചു. ഒടുവിൽ എല്ലാവരും ചേർന്ന് 2 നിഗമനങ്ങളിൽ എത്തി. ഒന്നാമത്, മഹിഷാസുരനെ വിവാഹം കഴിക്കാൻ വൈഷ്ണവിയെ പ്രേരിപ്പിക്കാൻ ഒരു ദൂതനെ അയക്കുക. രണ്ടാമത്, ഒരു യുദ്ധത്തിലൂടെ ദേവന്മാരെ പരാജയപ്പെടുത്തുക. വൈഷ്ണവി ദേവിയെ കാണാൻ വിദ്യുത് പ്രഭ എന്ന രാക്ഷസനെ അയച്ചു. തുടർന്ന് മഹിഷാസുരൻ ദേവന്മാർക്ക് നേരെ ഒരു ഭീകര ആക്രമണം അഴിച്ചുവിട്ട് അവരെ പരാജയപ്പെടുത്തി. ദേവന്മാർക്ക് യുദ്ധക്കളത്തിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി ബ്രഹ്മലോകത്ത് അഭയം തേടേണ്ടി വന്നു. അതേസമയം വിദ്യുത് പ്രഭ മന്ദരാച്ചൽ പർവ്വതത്തിൽ എത്തിയിരുന്നു. അവർ വൈഷ്ണവി ദേവിയെ ആദരിക്കാതെ മഹിഷാസുരന്റെ ജനനത്തെക്കുറിച്ചുള്ള അത്ഭുതകരമായ കഥ പറഞ്ഞുകൊണ്ട് അവളെ ആകർഷിക്കാൻ ശ്രമിച്ചു. പുരാതന കാലത്ത് സുബാർശൻ എന്നൊരു മുനി ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരിക്കൽ തപസ് അനുഷ്ഠിച്ചു കൊണ്ടിരുന്നപ്പോൾ മഹിഷ്മതി എന്ന രാക്ഷസി തൻ്റെ കൂട്ടാളികളോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലെത്തി. മഹിഷ്മതി സുബാർശന്റെ ആശ്രമത്തിൻ്റെ ഗാംഭീര്യത്തിൽ ആകൃഷ്ടയായതിനാൽ അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. അവൾ തൻ്റെ രൂപം ഒരു എരുമയുടേതാക്കി മാറ്റി. പിന്നീട് സുബാർശനെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ആദ്യം ഭയന്നെങ്കിലും ഒടുവിൽ അവളുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കിയതോടെ സുബാർശൻ അവളെ ശപിച്ചു. നീ ജീവിതകാലം മുഴുവൻ ഒരു എരുമയായി തുടരാൻ അർഹതപ്പെട്ടവളാണ്. അതോടെ മഹിഷ്മതി അത്യധികം ഭയന്ന് മാപ്പ് ചോദിച്ച് അപേക്ഷിച്ചു. ഒടുവിൽ അവളോട് കരുണ പൂണ്ട സുബാർശൻ പറഞ്ഞു, നീയൊരു കന്നുകുട്ടിയെ പ്രസവിച്ചാൽ മാത്രമേ നിനക്ക് എൻ്റെ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കൂ. അങ്ങനെ മഹിഷ്മതി എരുമയുടെ രൂപത്തിൽ എല്ലായിടത്തും അലഞ്ഞു തിരിയുവാൻ തുടങ്ങി. അലഞ്ഞു തിരിയുന്നതിനിടയിൽ ഒരിക്കൽ അവൾ നർമ്മദാ നദിയുടെ തീരത്തെത്തി. അവിടെ സിന്ധുദീപ മുനി തപസ് ചെയ്തുകൊണ്ടിരുന്നു. അവൾ എത്തുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഒരു സുപ്രധാന സംഭവം അവിടെ അരങ്ങേറി. സമീപത്ത് ഒഴുകുന്ന നർമ്മദാ നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ഒരു സുന്ദരിയായ രാക്ഷസിയെ കണ്ട് മോഹിച്ച് സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട സിന്ധുദീപ മുനിയിൽ ബീജം സ്ഖലിച്ചു. ബീജങ്ങൾ ഒരു പാറയിൽ വീണു. ഒടുവിലത് നർമ്മദയുടെ ശക്തമായ പ്രവാഹത്തിൽ ഒലിച്ചുപോയി. മഹിഷ്മതിക്ക് ദാഹിച്ചപ്പോൾ അവൾ നർമ്മദാ നദിയിലെ വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുന്നതിനിടെ ഒഴുകി വന്ന സിന്ധുദീപ മുനിയുടെ ബീജവും കഴിച്ചു. അതിൻ്റെ ഫലമായി അവൾ ഗർഭിണിയായി. കാലക്രമേണ അവൾ മഹിഷാസുരനെ പ്രസവിച്ചു. അവൻ ഒരു ശക്തനായ അസുര രാജാവായി വളർന്നു. ആ മഹിഷാസുരനാണ് നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. കഥ പൂർത്തിയാക്കിയ ശേഷം വിദ്യുത് പ്രഭൻ വൈഷ്ണവിയുടെ പ്രതികരണത്തിനായി കാത്തിരുന്നു. അത് കേട്ട് ദേവി വൈഷ്ണവി ഉച്ചത്തിൽ ചിരിച്ചു. അവളുടെ തുറന്ന വായിലൂടെ 3 ലോകങ്ങളും ആ ദൂതൻ കണ്ടു. ആ സ്ത്രീ അസാധാരണയും ദിവ്യയുമാണെന്ന് മനസ്സിലാക്കിയ വിദ്യുത് പ്രഭൻ പൂർണ്ണമായും തകർന്നു. വൈഷ്ണവിയുടെ ഒരു ദ്വാരപാലികയായ ജയ വിദ്യുത് പ്രഭനോട് പറഞ്ഞു, നമ്മുടെ ദേവി ബ്രഹ്മചര്യ പ്രതിജ്ഞ എടുത്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ യജമാനന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെടില്ല. ഒടുവിൽ വിദ്യുത് പ്രഭൻ വെറും കൈയോടെ തിരികെ പോയി.
ഇതിനിടെ നാരദൻ അവിടെ എത്തി മഹിഷാസുരന്റെ കൈകളാൽ ദേവന്മാർ പരാജയപ്പെട്ട വിവരം വൈഷ്ണവി ദേവിയെ അറിയിക്കുകയും രാക്ഷസനെ കൊല്ലാൻ ആവശ്യപ്പെടുകയും ചെയ്തു. വൈഷ്ണവി ദേവി തന്റെ അനുചാരികളോട് യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ആജ്ഞാപിച്ചു. തുടർന്നവൾ വലിയൊരു സൈന്യത്തിന്റെ അകമ്പടിയോടെ അസുരന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. യുദ്ധത്തിൽ മഹിഷാസുരന്റെ സൈന്യം കഠിനമായി അപമാനിക്കപ്പെട്ടു. മിക്ക അസുരന്മാരും കൊല്ലപ്പെട്ടു. അതിജീവിച്ചവർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോയി. വിരൂപാക്ഷൻ എന്ന അസുരൻ മഹിഷാസുരനെ വൈഷ്ണവി ദേവി വരുത്തിവെച്ച മരണവും നാശവും അറിയിച്ചു. മഹിഷാസുരൻ കോപാകുലനായി ദേവിയുമായി യുദ്ധം ചെയ്യാൻ മുന്നോട്ട് വന്നു. വൈഷ്ണവി ദേവി അവൻ്റെ ശക്തിയെക്കുറിച്ച് ബോധവതിയായിരുന്നു. അതിനാൽ അവൾ തൻ്റെ എല്ലാ മഹത്വത്തിലും തൻ്റെ ദിവ്യരൂപം പ്രകടിപ്പിച്ചു. അപ്പോഴവൾക്ക് 10 കൈകളുണ്ടായിരുന്നു. അവയിൽ ഓരോന്നിലും വാൾ, വില്ല്, പരിച, ഗദ, ത്രിശൂലം, ചക്രം തുടങ്ങിയ മാരകായുധങ്ങൾ വഹിച്ചിരുന്നു. പൊടുന്നനെ അവിടെ പ്രത്യക്ഷപ്പെട്ട ശിവനെ വൈഷ്ണവി ഓർമ്മിപ്പിച്ചു. നടക്കാൻ പോകുന്ന ഘോരമായ യുദ്ധത്തിന് സാക്ഷിയാകാൻ വൈഷ്ണവി ദേവി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. 10,000 ദിവ്യവർഷങ്ങൾ നീണ്ടുനിന്ന ഒരു ഘോരയുദ്ധം ആരംഭിച്ചു. മഹിഷൻ ജീവരക്ഷാർത്ഥം ഒളിച്ചോടി. ഇടയ്ക്കിടെ വേഷം മാറി ഒളിച്ചോടിക്കൊണ്ടേയിരുന്നു. എന്നാൽ ദേവി വൈഷ്ണവി പോകുന്നിടത്തെല്ലാം അവനെ പിന്തുടർന്നു. ഒടുവിലവൾ സതശൃംഗ പർവ്വതത്തിൽ വെച്ച് മഹിഷാസുരന്റെ ശിരസ് ഛേദിച്ച് നിഗ്രഹിച്ചു. അതിൽ എല്ലാ ദേവന്മാരും ആശ്വാസത്തിന്റെ നെടുവീർപ്പിട്ടു. അവർ വൈഷ്ണവി ദേവിയുടെ മഹത്വത്തെ സ്തുതിച്ചു. അതുപോലെ ശിവനിൽ നിന്ന് അവതരിച്ച് നീലഗിരി പർവ്വതത്തിൽ തപസ് ചെയ്യാൻ പോയ രുദ്രാണി ദേവി രുരു എന്ന ശക്തനായ അസുരനെ കൊന്നു. രുരു വളരെ ശക്തനായ അസുര രാജാവായിരുന്നു. സമുദ്രത്തിന്റെ മധ്യഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്ന രത്നപുരിയായിരുന്നു രുരുവിന്റെ സാമ്രാജ്യം. ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച ഒരു വരം കാരണം അവൻ അജയനായി. രുരുവിനാൽ പരാജയപ്പെട്ട ശേഷം എല്ലാ ദേവന്മാരും രുദ്രാണി ദേവിയുടെ സഹായം തേടി. ചാമുണ്ഡി എന്നും അറിയപ്പെടുന്ന രുദ്രാണി ദേവി ഒടുവിൽ ഭീകരനായ രുരുവിനെ കൊന്നു. കഥ പൂർത്തിയാക്കിയ ശേഷം വരാഹ ഭഗവാൻ പൃഥ്വിയെ അനുഗ്രഹിച്ച് തൻ്റെ വാസസ്ഥലത്തേക്ക് മടങ്ങുന്നതോടെ വരാഹപുരാണം പര്യവസാനിക്കുകയാണ്. പ്രിയരെ, നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.